കുറുനരി ആക്രമണത്തിൽ വെള്ളാങ്കല്ലൂർ പൈങ്ങോട് സ്വദേശിക്ക് പരിക്കേറ്റു. പൈങ്ങോട് ചമയ നഗർ സ്വദേശി പായമേൽ ഉണ്ണികൃഷ്ണനാണ് കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഉണ്ണികൃഷ്ണന്റെ കൈക്ക് സർജറി വേണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർ. പൈങ്ങോട് പ്രദേശത്ത് കുറുനരി ശല്യം രൂക്ഷമാണ്. വെള്ളിയാഴ്ച രാവിലെ വീട്ടിലെ നായയുടെ ബഹളം കേട്ട് പുറത്തിറങ്ങിയ ഉണ്ണികൃഷ്ണൻ കുറുനരിയെ കണ്ട് തുരത്തിയിരുന്നു. പിന്നീട് ഉണ്ണികൃഷ്ണന്റെ 6ഉം 12ഉം വയസ്സുള്ള കുട്ടികൾ സ്കൂളിൽ പോകാൻ നേരം പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കുറുനരി വീണ്ടും എത്തി ഉണ്ണികൃഷ്ണനെ ആക്രമിച്ചത്. ദേഹത്തേക്ക് ചാടിക്കയറി ആക്രമിച്ച കുറുനരിയെ പ്രാണരക്ഷാർത്ഥം കയ്യിൽ കിട്ടിയ വടിയെടുത്ത് അടിച്ചു മാറ്റിയെങ്കിലും താഴെ വീണ ഉണ്ണികൃഷ്ണന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. അടുത്ത വീട്ടിലെ പട്ടിയുടെ ഭയങ്കര കൊര കേട്ടു. അപ്പോൾ ഞാൻ മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പക്കത്തുനിന്ന് കുറുക്കാൻ വീട്ടിലേക്ക് നോക്കി നിൽക്കണം. അപ്പോൾ ഞാൻ കുട്ടികളെ വേഗം അത് വിളിച്ചകത്ത് കയറ്റി ഞാൻ വടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറുക്കാൻ ആ സെക്കൻഡ് കൊണ്ട് കുറുക്കാൻ മുറ്റത്തെത്തി. അങ്ങനെ അതിനെ ഓടിച്ച് അടുത്തൊക്കെ ഓടിച്ച് അത് കാട്ടിനുള്ളിൽ കയറി പോയി. പിന്നെ ഞാൻ പറഞ്ഞു കുറുക്കൻ കാടിനുള്ളിൽ കയറി പോയിട്ട് നിങ്ങൾ ഇറങ്ങാൻ പറ്റട്ടാ, ചിലപ്പോൾ ആളെ ലക്ഷ്യം വേറെ ഒറ്റയാനാണ് അത് ലക്ഷ്യം വേറെയാണത്. അപ്പോൾ ഞാൻ പതുക്കെ വീട്ടിൽ പതുക്കെ ഇറങ്ങി സ്കൂളിൽ പോകണമെങ്കിൽ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പതുക്കെ ഞാൻ ഇറങ്ങി വീട്ടിലേക്ക് ഇറങ്ങി കഴിക്കില്ല. എൻ്റെ നേർക്ക് പാഞ്ഞു വന്ന് കയറി ഞാൻ ഒരു വടിൻ്റെ ആ വടി കൊണ്ട് കുത്തിയതിനെ താഴെ ഇട്ട് അങ്ങനെ പെടച്ചലിൽ ഞാൻ തെറിച്ച് പോയി. ആ തെറിച്ച് പോയി എൻ്റെ കൈ എല്ല് പൊട്ടി. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ ഒരു സർജറി കൂടി വേണം, അത് ഇനി അടുത്ത ബുധനാഴ്ച സർജറി കൂടി വേണം, എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉണ്ണികൃഷ്ണന്റെ കൈക്ക് സർജറി വേണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർ. പൈങ്ങോട് പ്രദേശത്ത് കുറുനരി ശല്യം രൂക്ഷമാണ്. മുൻപും പലരെയും കുറുനരികൾ ആക്രമിച്ചിട്ടുണ്ട്. നാട്ടുകാർ കുറുനരിയെ കുറുക്കനാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ വന്യജീവി വിഭാഗത്തിൽപ്പെട്ട ഈ മൃഗം ഗ്രാമീണ മേഖലയിൽ പെറ്റുപെരുകി താമസിക്കുകയാണ്. ഒഴിഞ്ഞ പാടങ്ങളും കുറ്റിക്കാടുകളിലുമാണ് ഇവയുടെ വാസം. നായ്ക്കളെ മാത്രമാണ് കുറുനരികൾക്ക് ഭയമുള്ളത്. മുൻപ് ഇര തേടി രാത്രികാലങ്ങളിൽ മാത്രം പുറത്തിറങ്ങിയിരുന്ന ജീവികൾ ഇപ്പോൾ പകൽ വെളിച്ചത്തിലും വിഹരിക്കുന്നത് മനുഷ്യന്റെ സ്വൈര്യ ജീവിതത്തിന് വിഘാതമാണ്. പൈങ്ങോട് പ്രദേശത്ത് കുട്ടികളെ വീടിന് പുറത്തേക്കിറക്കാൻ പോലും വീട്ടുകാർ ഭയക്കുകയാണ്. ആളുകൾക്ക് നേരെയുള്ള ആക്രമണം ഇപ്പോഴാണ് തുടങ്ങിയതെന്നും മുൻപ് വളർത്തുമൃഗങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഇവിടെ ഒരു വീട്ടിലെ 8ഓളം കോഴികളെ കുറുനരി പിടിച്ചെന്നും നാട്ടുകാർ പറയുന്നു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ.